നമ്മൾ അറിഞ്ഞു വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിൽ കാപ്പിത്തോട്ടത്തിൽ പണിക്ക് പോയ രാധ എന്ന 47-കാരിയായ ഒരു ആദിവാസി സ്ത്രീയെ ഒരു കടുവ കടിച്ചു കൊന്നു. ഭർത്താവ് അവരെ ഇരുചക്ര വാഹനത്തിൽ വിട്ടിട്ട് പോയതാണ്. അവർ അവിടെ നിന്നും നടക്കും വഴിയിൽ കാപ്പിത്തോട്ടത്തിൽ വെച്ച് തന്നെ കടുവ ആക്രമിച്ചു കൊന്നു. പിന്നീട് അവരെ വലിച്ച് കാട്ടിൽ കൊണ്ടുപോയി. അവരുടെ ശരീരത്തിൽ നിന്ന് തല വേർപെട്ട നിലയിലായിരുന്നു കണ്ടെത്തിയത്. ശരീരഭാഗങ്ങൾ പലതും കടുവ ഭക്ഷിച്ചിരുന്നു. വലിയ പ്രതിഷേധമാണ് അവിടെ രൂപപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. 3 ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. പ്രതിഷേധം ശക്തമായതോടെ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തതോടെ 3 കാര്യങ്ങളിലും ഞൊടിയിഴയിൽ സർക്കാരിന് തീരുമാനമെടുക്കേണ്ടതായി വന്നു. എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ശാശ്വതമായ ഒരു പരിഹാരം ഇനിയും നമുക്ക് നേടാൻ കഴിയാത്തത്? മനുഷ്യജീവന് ഈ സുരക്ഷയെ ലഭിക്കുന്നുള്ളൂ എങ്കിൽ അവൻ്റെ സ്വത്തിനും സമ്പാദ്യത്തിനുമുള്ള സുരക്ഷ എത്രത്തോളം ഉണ്ടാകും? ഉത്തരം കിട്ടാത്ത പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഇത് മനുഷ്യജീവനുകൾ പൊലിയുന്ന അവസരത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണോ? പരസ്പരം പഴിചാരി എന്തുകൊണ്ടാണ് അധികാരവർഗം മനുഷ്യജീവന് പുല്ലുവില കൽപ്പിക്കുന്നത്? ഇവരെല്ലാവരും കാട്ടിലേക്ക് അനധികൃതമായി കയറി താമസിച്ചവരല്ല എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല നഗരങ്ങളിലും ഇത്തരം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ എന്തുകൊണ്ടാണ് തുടർക്കഥകളാവുന്നത്? വയനാട്ടിലെ മാത്രം കാര്യമെടുത്താൽ ഇത് മനസ്സിലാക്കാം. മാനന്തവാടി, കൽപ്പറ്റ, പുൽപ്പള്ളി തുടങ്ങിയ നഗരങ്ങളിലും വന്യമൃഗങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്നു. തീർച്ചയായും മൃഗങ്ങൾ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. അവയുടെ ജീവൻ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ മനുഷ്യജീവനുള്ളതിനേക്കാൾ പ്രാധാന്യം അവയ്ക്ക് കൊടുക്കേണ്ടതുണ്ടോ? മറ്റു ജീവികളെ മാറ്റി നിർത്തി കടുവയുടെ കാര്യം മാത്രം എടുത്താൽ എന്തുകൊണ്ടാണ് ഉൾക്കാടുകളിൽ കഴിയുന്ന കടുവ വനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? ഉത്തരം ഇതാണ്. കടുവകൾ പൊതുവെ മറ്റു ജീവികളെ പോലെയല്ല. അവ ഒരിടത്ത് കൂട്ടമായി താമസിക്കാറില്ല. വയനാട്ടിലെ സ്ഥിതി നോക്കാം. ലഭ്യമായ കണക്കുകൾ പ്രകാരം 344 ചതുരശ്ര കിലോമീറ്റർ മാത്രം വരുന്ന വയനാട് വന്യജീവ സങ്കേതത്തിൽ 2006-ൽ 60-ൽ താഴെ കടുവകളാണ് ഉണ്ടായിരുന്നത്. 2018 ആയപ്പോൾ അവയുടെ എണ്ണം വനത്തിന് താങ്ങാൻ കഴിയാത്ത വണ്ണം 180ഓളമായി. ഇത്തരത്തിൽ കടുവകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം പരിഗണിച്ചാൽ വരും കാലത്ത് കടുവയുടെ ശല്യം വയനാട്ടിലും സമീപ പ്രദേശങ്ങളിലും കുത്തനെ ഉയരുമെന്ന് തീർച്ചയാണ്. ഇവയെല്ലാം കണ്ട് അധികാരികൾ നോക്കുകുത്തികളായി നിന്നാൽ, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉയരുമ്പോൾ മാത്രം ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടാൽ ആരാണ് ഇതിനൊക്കെ സമാധാനം പറയുക? ആരാണ് ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം കാണുക? ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി KCBC ജാഗ്രതാ കമ്മീഷൻ അതിശക്തമായ രീതിയിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. കാര്യകാരണങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള KCBC ജാഗ്രതാ കമ്മീഷന്റെ പ്രതികരണം ഇപ്രകാരമാണ്. നിരന്തരമുണ്ടാകുന്ന വന്യമൃഗ ആക്രമണങ്ങൾ, സർക്കാരിൻ്റെ ഇടപെടലുകൾ നിരുത്തരവാദിത്തപരം. KCBC ജാഗ്രതാ കമ്മീഷൻ. വനം വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലം വീണ്ടും ഒരു മനുഷ്യജീവൻ കൂടി വയനാട്ടിൽ പൊലിഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനങ്ങൾക്ക് തെളിവാണ്. വയനാട്ടിലും ഇടുക്കിയിലും മറ്റും വന്യമൃഗങ്ങൾ മനുഷ്യജീവനും സമാധാനപൂർണമായ ജീവിതത്തിനും സമാനതകളില്ലാതെ ഭീഷണിയായി മാറിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വനത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ മാത്രമല്ല കിലോമീറ്ററുകൾ ദൂരെ ജീവിക്കുന്ന ഗ്രാമീണർക്കും വന്യമൃഗശല്യം വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. ഈ രൂക്ഷമായ പ്രതിസന്ധി ഘട്ടത്തിലും സർക്കാർ ഏത് വിധത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ഇത്തരം വെല്ലുവിളികൾ 10,000-കണക്കിന് ജനങ്ങൾ നേരിടുന്നതിനിടയിലും കൂടുതൽ ജനദ്രോഹപരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള വനനിയമ പരിഷ്കരണത്തിനാണ് സർക്കാർ നീക്കം നടത്തിയത്. പ്രതിഷേധങ്ങളെ തുടർന്ന് പരിഷ്കരണ ശ്രമം സംസ്ഥാന സർക്കാർ പിൻവലിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം അതിനെതിരായി പ്രമേയം പാസാക്കിയ ഫോറസ്റ്റ് റേഞ്ചേഴ്സ് ഫോറത്തിന്റെ നടപടി അത്യന്തം അപലപനീയമാണ്. ആ യോഗത്തിൽ സംസ്ഥാന വനം മന്ത്രി അധ്യക്ഷനായിരുന്നു എന്ന വസ്തുത ലജ്ജാകരമാണ്. വന്യജീവികൾ മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിധത്തിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കെ അതിനെ പ്രതിരോധിക്കാൻ യാതൊരു നടപടിയും വനം വകുപ്പ് കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വന്യജീവികൾ വനം നിറഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം പരിഗണിച്ച് യുക്തമായ നടപടികൾ സ്വീകരിക്കാനും മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാനും സർക്കാരിനും വനം വകുപ്പിനുമാണ് ഉത്തരവാദിത്തമുള്ളത്. ലഭ്യമായ കണക്കുകൾ പ്രകാരം 344 ചതുരശ്ര കിലോമീറ്റർ മാത്രം വരുന്ന വയനാട് വന്യജീവി സങ്കേതത്തിൽ 2006-ൽ 60-ൽ താഴെ കടുവകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2018 ആയപ്പോൾ അവയുടെ എണ്ണം വനത്തിന് താങ്ങാൻ കഴിയാത്ത വണ്ണം 180ഓളമായി. ഇത്തരത്തിൽ കടുവകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം പരിഗണിച്ചാൽ വരും കാലത്ത് കടുവയുടെ ശല്യം വയനാട്ടിലും സമീപ പ്രദേശങ്ങളിലും കുത്തനെ ഉയരുമെന്ന് തീർച്ചയാണ്. മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ ആനകളുടെ ശല്യം പലയിടങ്ങളിലായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജനുവരി 23-ന് മാധ്യമങ്ങൾ ഏറിയ പങ്കും വലിയ വാർത്താ പ്രാധാന്യം നൽകിയത് ജനവാസ മേഖലയിൽ കിണറ്റിൽ ഒരു ആന അകപ്പെട്ട സംഭവത്തിനും അതിരപ്പള്ളിയിൽ ഒരു ആനയുടെ തലയിൽ പരിക്കേറ്റ സംഭവത്തിനുമായിരുന്നു. വന്യമൃഗങ്ങളാൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾക്ക്
അത്ര പോലും ഗൗരവം നൽകാൻ മാധ്യമങ്ങളോ സർക്കാരോ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യജീവനും മനുഷ്യരുടെ സ്വൈര്യ ജീവിതത്തിനും തടസ്സമാകുന്ന വന്യമൃഗശല്യം നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കണം. വനം വിട്ട് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സംഭവങ്ങളിൽ അതിനുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടേത് ആയിരിക്കുമെന്ന നിലപാട് കൈക്കൊള്ളുകയും കൃത്യവിലോപത്തിന് കർശന നടപടികൾ സ്വീകരിക്കുകയും വേണം. വന്യമൃഗ ആക്രമണങ്ങളാൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഇനി ആവർത്തിച്ചുകൂടാം. ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ CMI, സെക്രട്ടറി KCBC ജാഗ്രതാ കമ്മീഷൻ. ശക്തമായ ഭാഷയിലാണ് KCBC ജാഗ്രതാ കമ്മീഷൻ തങ്ങളുടെ പ്രതികരണം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും സർക്കാരുകളും അധികാരവർഗങ്ങളും ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു.